കോയ കണ്ടിട്ട് കുറെ നാളായല്ലോ, എന്തൊക്കെയുണ്ട്? തേങ്ങാക്കുറയാണ്. നിങ്ങൾ ചായ എടുത്താണി. കട്ട കലിപ്പിലാണല്ലോ, എന്തേ പറ്റിയേ? എങ്ങനെ കലിപ്പില്ലാതെക്കുക? 9 കൊല്ലമായിട്ട് അറക്കാൻ നടക്കണ പോത്തിന്റെ മാതിരി നടക്കുകയാണ് ഞാൻ. നിങ്ങൾ LDF ഒരു ഭരണം കൊണ്ട് വികസനം ഇങ്ങനെ കൊണ്ടുവരിക, പിന്നെയും ഇങ്ങനെ ഭരിക്കുക. എത്താപ്പത് അപ്പൊ LDF ഭരണത്തില് വികസനം ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ, അത് മതി. എൻ്റെ മനസ്സിലേ ഞാൻ സമ്മതിക്കുള്ളൂ, പുറമേക്ക് ഞാൻ സമ്മതിക്കൂല. അല്ല പിന്നെ അല്ല കോയ, നമ്മുടെ നാട്ടില് പ്രളയവും മഹാമാരി വന്നപ്പോൾ കിറ്റ് കൊടുത്ത് സഹായിച്ചത് ആരാ? പട്ടിണി കിടക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ആരാ? അത് അസർഫിനോടൊന്ന് ചോദിക്കണം. കോയ, എല്ലാ മേഖലകളിലും മുരടിച്ചു നിൽക്കുന്ന നമ്മളെ സംസ്ഥാനത്തെ വികസനം വഴി ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനമാക്കിയത് ആരാ? അതിൻ്റെയൊക്കെ മറുപടി അസർഫിനോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ആരപ്പങ്ങളീ അസർഫ്? അസർഫിനറിയില്ല? നമ്മളെ മണ്ഡലം പ്രസിഡന്റാണ്. എന്നാൽ നിങ്ങളൊരു കാര്യമാണ് മനസ്സിലാക്കിക്കോളി, ഈ ഉപതെരഞ്ഞെടുപ്പായിട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല MLA കൂടിയാണ് കിട്ടുക. അതാണ്, അത് കിട്ടുകയാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നൊക്കെ നമുക്കറിയാം, പക്ഷെ പുറത്ത് പറയാൻ പറ്റൂല. അസർഫ് അങ്ങനെയാണ് പറഞ്ഞ്. കോയ, എൻ്റെ ആത്മീയ നേതാക്കളെ തെറി പറഞ്ഞ് നാറ്റിച്ച കൂട്ടങ്ങളാ തന്നെ. നല്ലോണം ഓർത്തോ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേരിൻ്റെ പക്ഷത്തുള്ള LDF സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിക്കും. സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അരി കൊടുത്ത സർക്കാരാ. 5 കുട്ടികൾക്ക് ഒരു ചാക്ക അരിച്ചും കൊണ്ടുപോയില്ലേ? നിങ്ങൾ തരുന്ന അരി ഞാൻ എൻ്റെ കയ്യോട് തൊടൂല. ഇപ്പൊ നിങ്ങൾ അരി വാങ്ങല്ല. എൻ്റെ പെണ്ണുങ്ങൾ ഓട്ടോസ് വിളിച്ച് കൊണ്ടല്ലാണ് ചങ്ങായി. ഒന്ന് പോയാണ് കാക്ക അവിടുന്ന്. പോവാനാണ് ചങ്ങായി. ഇനിയിപ്പോൾ ഈ ചോദന കടന്നൽ കൂട്ടത്തിൽ നിന്നാണ് ശരിയാവൂല. എൻ്റെ പറ്റൊക്കെ എഴുതി ചോട്ടാ, നമ്മൾ പോവാണ്. യാതൊരു സംശയമില്ല, ആ ഇപ്രാവശ്യം ഓൻ്റെ പെരക്കാരി വോട്ട് LDF തന്നെ. ആണോ? ഇന്നലെ പെൻഷൻ വാങ്ങിയപ്പോൾ നമ്മോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെൻഷൻ തുക കൈക്കൂലിയാണെന്ന് അങ്ങനെ പറഞ്ഞു. ഓലെ ഘടകകക്ഷി നേതാവ് ഇവിടെ ഒന്ന് വിളമ്പിയില്ലേ, അതോടുകൂടി ഗോയൻ്റെ മനസ്സ് മാറി. കാണാരാ, കടുപ്പത്തിലൊരു ചായ. ഇപ്പം തരാം. സമാധാനായി. നിങ്ങൾ ഡൽഹിക്ക് പോയോന്നൊരു സംശയം ഉണ്ടായിരുന്നു. കുഞ്ഞുകോയെ, അല്ല ഈ തെരഞ്ഞെടുപ്പ് ചൂടില് നിങ്ങൾ ഡൽഹി പോയാൽ ഇവിടുത്തെ കാര്യം എന്താകും? എന്താകാനാ, ഞങ്ങൾ പറഞ്ഞ എല്ലാ നുണകളും എൻ്റെ പാർട്ടി പൊളിച്ച് കൈ കൊടുത്തില്ലേ. ഇനി വരുന്നിടത്ത് വെച്ചാണ്ട് കാണാം, അത്ര തന്നെ. നേതാവ് അങ്ങനെ പറയുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ല ഞാൻ അപ്പുറത്ത് നിങ്ങട്ട് ആടിയത്. ഇപ്പം അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത കൊലത്തിലായി. മുണ്ടരുത് ജി, അടുത്ത പ്രാവശ്യം ഭരണം കിട്ടിയ ആഭ്യന്തരം പിന്നെ വനം പോരാത്തതിന് ഇന്ന സ്ഥാനത്ത് നിന്ന് മാറ്റം വേണല്ലേ. വേണ്ട ജി, അത് ഭരണം കിട്ടിയാലല്ലേ, കിട്ടൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാനെന്താ അങ്ങനെ തട്ടിവിട്ടത്. നട്ടപ്പാതിരയ്ക്ക് തലേ മുണ്ടിട്ട യൂത്തനെ നേതാവ് നിങ്ങളെ വീട്ടിൽ പറഞ്ഞയച്ചില്ല. നന്ദി വേണം, നന്ദി. എന്നാ എന്നെയും കൂടി ഡൽഹിക്ക് കൊണ്ടുപോയി ഒരു സ്ഥാനം തരി. ഞാൻ ഇവിടെ ആകെ പാപ്പര, 5 പൈസ അല്ല. എന്താണ് കുഞ്ഞു മുസജി പറയണത്? എനിക്ക് തീരെ തലല്ലാതായോ? ഞാനവിടെ കോഴി ബിരിയാണി തിന്നാൻ പോകല്ല. ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് ചെറിയൊരു ക്ഷീണം. പല മുഖ്യമന്ത്രിമാരും MLA മാരും MP മാരൊക്കെ കാവിക്കൊടിയിൽ ചേരുകയാണ്. അതൊന്ന് തടഞ്ഞു നിർത്തണം. അതിന് ഹൈക്കമാൻഡ് വിളിച്ചിട്ടാണ് ഞാൻ പോണത്. പിന്നെ അതിനൊക്കെ എന്നല്ലേ പറ്റുള്ളൂ, അത് ഓൽക്കാരെ. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ അവിടെ ഇജ്ജി കുളം കലക്കി എന്നെ ചവിട്ടി പുറത്താക്കും, ഇങ്ങോട്ട് ഇജ്ജി നേതാവാകും. വേണ്ട 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 വേണ്ട, അങ്ങനത്തെ യാതൊരു റിസ്ക് കൊടുക്കാൻ പറ്റില്ല. ഇജ്ജി ഇവിടെ തന്നെ നിന്നിട്ട് കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കും. കാണാരേട്ടാ, ഞാൻ പോയിട്ട് വരാട്ടാ, വന്നിട്ട് കാണാം. പോയ മാതിരി തന്നെ തിരിച്ചു വന്നാൽ മതി. വർത്തമാനം പറഞ്ഞപ്പോൾ നേരെ വഴി ഡൽഹിക്കുള്ള വണ്ടി വരാനായാവോ? അതാ വരുന്നു. എവിടെ പോയേക്കാ നിങ്ങൾ തെരഞ്ഞ വീട്ടിലൊക്കെ പോയല്ലോ. കണ്ടജി, ഇതാണ് നമ്മളെ സർക്കാർ. എവിടെ നമ്മളെ കാണാരേട്ടനൊക്കെ? കാണാൻ ഉണ്ടെന്നല്ലോ ഇപ്പോ.
എന്തൊരു നേരത്തെ പോയി പൈസ കിട്ടി, എന്തൊരു തിടുക്കള നേരെ പറയത്. പെൻഷൻ കിട്ടിയൊരു നേരെ നോക്കണേ. അത് ശരിയാ. എത്ര നേരമായി കാത്തിക്കണെന്നറിയോ? കുറെ നേരമായില്ലേ? ആവു പറയാണ്ടോ. ഇതാ അതിനെ ഒപ്പിട്ടാണ്. ആ അത് ശരിയാണ്. നിങ്ങളെ സംഗതി ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. കോയാക്കാനൊക്കെ എത്ര സ്ഥലത്ത് തെരഞ്ഞറിയ നിങ്ങള്? അല്ല നമ്മളെ കണാരേട്ടൻ എവിടെ പോയി? മൂപ്പര് ഇപ്പൊ വരും. ഇവിടെയെന്നല്ലോ, ഇവിടെ ഉണ്ടെന്നല്ലോ. ഇവിടെ എവിടെയോ ഉണ്ട്. ഇതാ കോയക്ക അതിൽ ഒപ്പിട്ടാണ്. സംഗതി ഇതൊക്കെ ഒരു വലിയ ഉപകാരമായി. ആ ഞാൻ കൈകൊണ്ട് വാങ്ങൂല. ദാ ദിക്കിട്ടാളി കാണാനും വരുന്നുണ്ടല്ലോ. ആ പെൻഷൻ പൈസ എത്തിയോ? എത്തി നിങ്ങളെ പറ്റൊക്കെ ഞാൻ തീർത്തോണ്ട്. അല്ല കോയ, ഈ പെൻഷൻ പൈസ ഒക്കെ കൈക്കൂലിയാണെന്നല്ല എൻ്റെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞത്. ഓല അതും പറയും, അതിലപ്പുറം പറയും. 18 മാസത്തെ പെൻഷൻ പൈസ കുടിശ്ശിക വരുത്തിയിട്ടില്ലാന്നും പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയവരാവൂല്. എന്നാ ശരി, കാണട്ടോ. ആ ശരി ശരി ശരി. ഓം ശാന്തി, ഓം ശാന്തി, ഓം ഓം. ആരാ മനസ്സിലായില്ലല്ലോ. സൂക്ഷിച്ചു നോക്കൂ കണാരൻ ഭക്ത. അല്ല, ഇത് ഉത്തരേന്ത്യയിൽ പാർട്ടി നന്നാക്കാൻ പോയ നേതാവല്ലേ? ആയിരുന്നു ഭക്ത. പക്ഷെ ഇപ്പോൾ നാം ഗുരുജി ഗുണ്ടാമണ്ടി മഹേശ്വരി ഉപതെരഞ്ഞെടുപ്പ് സ്വാമികളാണ്. ഓം. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പാർട്ടി നന്നാക്കാൻ പോയ ആളല്ലേ, പിന്നെ എങ്ങനെ ഇങ്ങനെ മാറ്റം? പാർട്ടി ഉണ്ടാക്കാൻ പോയത് നേര് തന്നെ ഭക്ത. പക്ഷേ അവിടെ ചെന്നപ്പോ എല്ലാവരും കാവി വേഷത്തിലേക്ക് മാറിയിരുന്നു. പിന്നെ ഞാൻ മടിച്ചില്ല, 2 ചൂട് മുന്നോട്ട് ചാടി. അതുകൊണ്ട് ഞാൻ ഗുരുജിയായി. എവിടെയാണ് നമ്മുടെ നേതാവ്? ഇവിടെ എത്തിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആ സാധനല്ലേ ഈ സാധനം? ഈ സാധനമാണോ ആ സാധനം? നമ്മളെന്താണ് ഈ കാണുന്നത്? കുട്ടിയേട്ടാ, നിങ്ങക്ക് എന്താ പറ്റിയത്? എന്താണ് നിങ്ങളെ കയ്യില്? പ്രസാദം. പ്രസാദം കഴിച്ചോളൂ ഭക്തന്മാരെ. ഇക്ക് വേണ്ട, ഇവിടെ കൊടുത്തോളി. വെറുതെ കിട്ടിയ ഞാൻ എന്തോ തിന്നു. അപ്പത്തിനാണെങ്കിലേ ബൈക്കോന് പുല്ലിന് ചോയ, വള്ളത്തിനാണെങ്കിൽ ഒരു സുർക്കന് ചോയ. എത്താത് ഉണ്ടാവും. ഒന്ന് ചാണകവും ഒന്ന് ഗോമൂത്രമാണ് ചങ്ങയ്യേ. തന്നങ്ങായി. എന്നാ പോയി വരട്ടെ ഭക്ത ശിരോമണികളെ. കോയ ഭക്ത വരുന്നോ എന്റെ കൂടെ? ഓ ചങ്ങായി, അവിടുത്തെ മുന്നണി മര്യാദല്ലാത്ത കോയ ഇല്ലെങ്കിലും ഒട്ടനവധി നേതാക്കന്മാർ ഈ കാവിക്ക് പിന്നിൽ അണിനിരക്കാനുണ്ട് ഭക്ത. ഓം ശാന്തി, ഓം ശാന്തി, മുന്നണി മര്യാദല്ലാത്തവൻ. ഓം ശാന്തി, ഓം ശാന്തി. എങ്ങോട്ടാ കുഞ്ഞുമൂസ ഭക്ത? അടഞ്ഞ വാതിലേ തോർക്കൊന്ന് ഞാൻ നോക്കട്ടെ. കുഞ്ഞുമൂസ ഭക്തന് പിരി ലൂസായിന്നാ തോന്നണേ. ആ ഓം ഞാൻ പാപ്പരാണ്, എന്റെ കയ്യിൽ 5 പൈസ അല്ല. ഒന്ന് എനിക്ക് ആഭ്യന്തരം കിട്ടണം, അല്ലെങ്കിൽ വനം കിട്ടണം. പണം കയ്യിൽ പോവും ചെയ്തു. എല്ലാത്തിനും കൊല്ലുന്നു, ഞാനും ചാവും. കോയ, ഇതാണ് ഇപ്പൊ എന്റെ മുന്നണി നേതാക്കന്മാരുടെ അവസ്ഥ. നമ്മുടെ LDF ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ 2500 രൂപ പെൻഷനാകും പോവാ. തന്നെ സത്യങ്ങൾ പറയണേ. സത്യം. എന്റെ പാർട്ടി മുട്ടടാ. അങ്ങനെയാണെങ്കിൽ കാണാനട്ടാ, ഈ പ്രാവശ്യത്തെ എന്റെ വോട്ട് LDF-നാണ്, നമ്മളെ സ്വരാജിനാണ്.